മദീനയിൽ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ട് ഈ ഒരു മ്യൂസിയം? ഒരുപാട് പേര് ഈ ബിൽഡിംഗ് കണ്ടിട്ടുണ്ട്. അതായത് ഹോട്ടൽ പാരഗൺ ഉണ്ടല്ലോ, അതായത് ഉഹുദ് റോഡിന് പോകുമ്പോൾ ഹോട്ടൽ പാരഗൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് വരുന്നത്. ഒരുപാട് പേര് ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടല്ലോ. ഇതിൽ അടിപൊളി ഒരു മ്യൂസിയം തന്നെ ഉണ്ടല്ലേ. പഴയ കാലത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. പഴയ കത്തികളും അതുപോലെ തോക്കുകൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഈ കാണുന്നുണ്ടല്ലേ നമ്മൾ തൊട്ടുമ്പിൽ. അതായത് പഴയ കാലത്ത് നമ്മളൊക്കെ ഉപയോഗിച്ച മൊബൈലുകളാണില്ലേ, ഫസ്റ്റ് തുടക്കം മുതൽ ഉപയോഗിച്ച മൊബൈലുകൾ, പണ്ടത്തെ കാലത്തൊക്കെ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന തോക്കുകൾ, മരം കൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ നിർമ്മിച്ച തോക്കുകളുണ്ടല്ലേ. അതുപോലെ തന്നെ പഴയ കടാര കത്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ കത്തിയാണ് ഇതിൽ. അതായത് ഇതിൻ്റെ കവറും കാര്യങ്ങളും അങ്ങനത്തെ കത്തികൾ. പിന്നെ വാളുകളുണ്ടല്ലേ, നിങ്ങൾ ഒരുപാട് ഐറ്റം വാളുകളുണ്ട് ഇവിടെ. ആ വാളുകൾ അതായത് നമുക്ക് 2 തലയുള്ള വാളൊക്കെയാണ് ഇത്. ഒരൊറ്റ കുത്തുകുത്തിയ 2 തലയാണ് അതിന്, 2 ടൈപ്പായിട്ട് അങ്ങനത്തെ സാധനങ്ങൾ. അതേപോലെ പഴയ കാലത്തെ നമ്മളെ അമ്മികൾ, പിന്നെ പഴയ കാലത്തൊക്കെ അമ്മികളും, പിന്നെ ഇവിടെ സൗദികളൊക്കെ ഞാൻ നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. അതായത് പൊടിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ കറക്കി പൊടിക്കുന്ന ഒരു സംഭവം, അത് നമ്മൾ കണ്ടിട്ടുണ്ട്, കല്ലുകൊണ്ടാണ്. അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ്. പഴയ കാലത്ത് നടന്ന് തോഫ് ചെയ്യാൻ കഴിയാത്ത പോലെ ഇതുപോലത്തെ സ്ഥാനത്തിൽ ഇരുത്തിയിട്ടാണ് തോഫ് ചെയ്തിരുന്നത്. അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ടല്ലോ. പഴയ കാലത്തെ ഓർമ്മകളൊക്കെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ, നമ്മളൊന്നും കാണാത്ത ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ കഴിയും. നമ്മളെ ജീവിതത്തിൽ ശരിക്കും ഇതൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല. ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത സംഭവങ്ങളൊക്കെ എനിക്കിത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓരോരോ കത്തികളും വാളുകളും ഇതൊക്കെ ശരിക്കും മമ്മിൻ്റെ ഒരു ഡെമോ ആണിത്. അതിൻ്റെയൊക്കെ ഡെമോ ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ്. മിലിറ്ററിക്കാർ ഉപയോഗിച്ചിരുന്ന സംഭവങ്ങൾ, ഇവരെ മജ്ലിസുകൾ, അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ. 3 റിയാൽ എൻട്രി ഫീസ് വരുന്നുണ്ട്. പക്ഷെ അത് ഉള്ളവർക്ക് കൊടുക്കുക, ഇല്ലാത്തവർക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ വന്ന് കാണാമെന്നുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മദീനത്തേക്ക് നിങ്ങൾ വരുമ്പോൾ, മദീനത്തുള്ളവരാണെങ്കിലും മദീനത്ത് നിങ്ങൾ വരികയാണെങ്കിലൊക്കെ, അതായത് അറമുന്ന് ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ ഒരു സാധനമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതേപോലെ ഫിലിമുകളിൽ ഇങ്ങനെ കവർ ചെയ്തിട്ടായിരുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ആ ഫിലിമുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണേ, അതിൻ്റെ ലെൻസാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് കാണുന്നതുകൊണ്ട് എനിക്കതിൻ്റെ കറക്റ്റ് അറിയില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവം. അപ്പോൾ ഇപ്പോഴത്തെ തലമുറക്കൊക്കെ ഇത് എന്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളൊന്നും ഒരിക്കലും കാണാത്തൊരു സംഭവങ്ങളാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. ഇവിടെ മജ്ലിസുകളുടെ ഒരു ഡെമോ ഒക്കെയാണ് ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ട് വീട്ടിൽ. ഈ ഒരു കാണുന്നതാണ് ഒട്ടകത്തിൻ്റെ മേലെ വെച്ചിരുന്ന സംഭവം. പഴയ കാലത്ത് രാജാക്കന്മാരും അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സംഭവം എന്ന് പറയുന്നത്. അതായത് ഒട്ടകത്തിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് അവരൊക്കെ യാത്ര ചെയ്തെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരിക്കലും ഇവിടെ മിസ് ചെയ്തിട്ടില്ലേ, മദീനത്ത് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു മ്യൂസിയം മിസ് ചെയ്തിട്ട്. കാരണം വലിയ ചാർജും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതായത് പഴയ കാലത്ത് അവരെ ഒരു ശൈലികളും അവരുണ്ടാക്കിയെന്നൊരു സംഭവങ്ങളൊക്കെ കാണുന്നത്. പഴയ കാലത്ത് അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളും കൊട്ടകളും, പിന്നെ അതേപോലെ തോല് കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ അങ്ങനത്തെ ഒരുപാടുണ്ട്. മൺപാത്രങ്ങൾ, അങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ മദീനന്ന് അറമിൻ്റെ അവിടുന്ന് പാരഗൺ, അതായത് ഉഹുദ് റോട്ടിൽ തന്നെയാണ്, 2 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ മതി. രാവിലെ 9 മണി മുതൽ മ്യൂസിയം ഓപ്പൺ ആണ്. അപ്പോൾ നമുക്കിതിൽ പാസ് ചെയ്യുന്ന സമയത്ത് ഏത് സമയത്തേക്ക് ബെറ്റർ സമയത്ത് ആ സമയത്തൊക്കെ വന്ന് കാണിട്ടില്ല. ഈ ഒരു കാണുന്നതൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണിട്ടില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ കഴിയും. മൺപാത്രങ്ങളൊക്കെ അന്നൊക്കെ വെള്ളം ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മൺപാത്രങ്ങളും കാര്യങ്ങളും, അതുപോലെ ഒരുപാട് കാഴ്ചകൾ. അപ്പോൾ എന്തായാലും ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് അവരെ മദ്രസ, ഇതൊക്കെ ഇത് കുറച്ച് മുമ്പാണെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. പിന്നെ പഴയ കാലത്തൊക്കെ ആഭരണങ്ങൾ, ഈ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന്, അതായത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലവും അതുപോലെ ഉണ്ടാക്കി വെച്ചതൊക്കെ ഒരു ഡെമോ അങ്ങനെ വെച്ചിട്ടാണ്. പിന്നെ ചെണ്ടകളൊക്കെ ഇട്ടില്ല, തോല് കൊണ്ടാണ്, ഒറിജിനൽ ശരിക്ക് തോല് കൊണ്ട് നിർമ്മിച്ച ചെണ്ടകളാണ് ഇതൊക്കെ, ഒറിജിനൽ തോലാണ്. അപ്പോൾ ആ തോല് കൊണ്ട് നിർമ്മിച്ച അയിമൊക്കെ അടിക്കുമ്പോൾ നമുക്ക് പ്രത്യേക സൗണ്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഇവിടെ മദീനത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മദീനത്താണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ. എന്തായാലും വന്ന് കാണാൻ നല്ല രസമുള്ള കാഴ്ചകൾ തന്നെയാണ്. ഒരുപാട് നമ്മളെ മക്കൾക്കൊക്കെ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും. ഇതൊക്കെ ഒരിക്കലും അവരൊന്നും കാണാത്ത ഒരുപാട് കാഴ്ചകളാണ്. ഞാൻ ഇതിൻ്റെ ഫുള്ള് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ വന്ന് കാണാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ മദീനത്ത് കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുക.